ഇന്ന് നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി അതിലെ കറുപ്പെല്ലാം കളഞ്ഞ് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 3 പച്ചമുളക്, മീഡിയം സൈസ് ഇഞ്ചി, വെളുത്തുള്ളി ഒരു 3 അല്ലി, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കുഴച്ച് വെക്കാം. ഇതെല്ലാം ചേർത്ത് പേസ്റ്റ് ആക്കിയതിന് ശേഷമാണ് ഞാൻ കുഴച്ച് വെച്ചത്. ചെമ്മീനിൽ മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് 4 സവാള, മീഡിയം സൈസ് സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞ് അത് നമുക്ക് വറുത്ത് കോരിയെടുക്കണം. അതിനായി ഒരു പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് അതിലേക്ക് അല്പം നെയ്യും ഒഴിച്ച് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വറുത്ത് കോരിയെടുക്കണം. ആ വറുത്ത് കോരിയ ഓയിലിലേക്ക് തന്നെ നമുക്ക് ചെമ്മീൻ ഇട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നമുക്ക് മാറ്റി വെക്കാം. ഒരുപാട് മൊരിഞ്ഞു പോകരുത്, ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ചെമ്മീൻ വേവിച്ച ആ ഓയിലിലേക്ക് തന്നെ 3 സവാള കനം കുറച്ചരിഞ്ഞതും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയുമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 3 മീഡിയം സൈസ് സവാളയും 2 തക്കാളിയും, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും, പച്ചമുളക് 4 എണ്ണം, വെളുത്തുള്ളി 6 അല്ലിയാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗരം മസാലപ്പൊടിയും തൈരും ചേർക്കാം. 3 ടേബിൾ സ്പൂൺ തൈര് കട്ട കളഞ്ഞ് ഉടച്ചെടുത്തതാണ് ഇതിലേക്ക് ഞാൻ ചേർത്തത്. വേവിച്ച് വെച്ച ചെമ്മീനും ചെറുനാരങ്ങ നീരും വറുത്ത് കോരിയ സവാളയും പുതിനയും മല്ലിയിലയും ചേർത്ത് 4 മിനിറ്റ് നമുക്ക് വീണ്ടും വേവിക്കാം. ചോറ് വെക്കാനായി ഒരു പാനിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് 2-3 കഷ്ണം പട്ട, 4-5 ഏലക്കായ, 4-5 ഗ്രാമ്പു, പെരിഞ്ജീരകം ഒരു നുള്ള്, സാഞ്ചീരകം ഉണ്ടെങ്കിൽ അതും നല്ലതാണ്, പിന്നെ മൊത്തത്തിലുള്ള കുരുമുളക്, 2 ബേ ലീവ്സും നമുക്ക് ഈ വെള്ളത്തിൽ. ഇനി അല്പം ചെറുനാരങ്ങ നീരും ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ച് അതിന് ശേഷം നന്നായിട്ട് തിള വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം. അരിയിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 4-5 ടേബിൾ സ്പൂൺ ചോറ് വെന്ത ഈ വെള്ളം നമ്മൾ മാറ്റി വെക്കണം. 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം നമുക്ക് ചോറിച്ച് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗരം മസാലപ്പൊടി തൂവി കൊടുക്കണം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത പാൽ ഇതിലേക്ക് തൂവി കൊടുക്കാം. ഇനി അല്പം നെയ്യ് ചേർത്തതിന് ശേഷം വേവിച്ച് വെച്ച ചെമ്മീൻ മസാല ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായി ഒരു ലെയർ ചോറും ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായി നമുക്ക് വറുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഗരം മസാല തൂവി കൊടുക്കാം. മഞ്ഞൾപ്പാൽ ചേർത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ പുതിനയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. വീണ്ടും ചെമ്മീൻ മസാല ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. വീണ്ടും ചോറ് ചേർത്തതിന് ശേഷം സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പാലും പുതിനയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ചോറ് വേകുമ്പോൾ മാറ്റി വെച്ച വെള്ളം ഇതിലേക്ക് തെളിച്ചതിന് ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി 20 മിനിറ്റോളം ചെറിയ തീയിൽ നമുക്ക് ദമ്മിട്ട് വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്താൽ മതിയാവും.